My writing board is ready, material is ready, and a marker is ready. So, shall we start the class? Yes. Hi, 8th. Welcome back to my channel, Heron HubSpot. And we were discussing about multiplication, and you may understood that multiplication is very simple, but we have done many standard question under multiplication in the last day class, isn't it? So today we are going to continue the discussion. So we're going to discuss type of question. You write the question as simplify. Write the question. Simplify 3x into 4x minus 5 plus 3, 3x into 4x minus 5 plus 3, and find its value for x is equal to 1 by 2. What is the meaning of this question? So meaning of the question is simplify 3x into 4x minus 5 plus 3 first, isn't it? So we are supposed to simplify this question 3x into 4x minus 5 plus 3. So you may feel difficulty with the word simplify. So what do you mean by this simplification? We didn't learn this, no? So simplification is just make the expression in a simpler form. That is what is simplification. Very simple, no? Just make this expression in a simpler form. That is what is simplification. അതായത് ഇവിടെ ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കി ഒരു ചെറിയൊരു എക്സ്പ്രഷനാക്കി മാറ്റുക. അതാണ് സിംപ്ലിഫിക്കേഷൻ. എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യാമെന്നറിയോ? നമ്മൾ ഇത് കൂട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഞാനൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും, പറഞ്ഞു തന്നെ പിന്നെയും പറയും. എന്തുകൊണ്ട്? ആ ക്വസ്റ്റ്യൻ ഒരു ഡെപ്ത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഡെപ്തിൽ തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഈ ചാപ്റ്റർ ചെയ്യാൻ പോകണേ. പെട്ടെന്ന് നമുക്ക് ചാപ്റ്റർ തീർക്കാൻ പറ്റില്ല. ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിക്കുന്ന ഡെപ്തിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അന്നന്ന് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. സോ 3x into 4x minus 5 plus 3 ആണ് ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കി ചെറുതാക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിന് പുറത്തൊരു ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു സൈനാണ് ഉണ്ടാവുക, മൾട്ടിപ്ലിക്കേഷൻ സൈനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഈ സാധനം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ സാധനങ്ങൾക്കൊക്കെ കോമൺ ആയിരിക്കും. അതായത് ഇതിനെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എടുക്കുമ്പം ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ 3x into 4x ചെയ്യണം. ബ്രാക്കറ്റിന് പുറത്തുള്ളൊരു നമ്പർ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പുറത്തുള്ള നമ്പർ 2ലോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3x into 4x ആദ്യം ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ സൈൻ ഇല്ലേ, ആ സൈൻ ഇടുക. ഇവിടുത്തെ സൈൻ ഇട്ടു. എന്നിട്ട് 3xും അടുത്ത നമ്പറും 3x into 5. ഓക്കെ. എന്നിട്ട് ബാക്കി റിമെയിൻ ചെയ്യുന്ന ടേം എന്താണ്? അത് വെറുതെ കൂടെ എഴുതിയേക്കുക, +3. ഓക്കെ. So answer is what is 3x into 4x? How we can multiply 3x and 4x? What is 3 into 4? 12. What is x into x? X is nothing but x raised to 1. X is nothing but x raised to 1. So x raised to 1 into x raised to 1 is x raised to 2. x എഴുതിയിട്ട് പവേഴ്സ് അങ്ങ് ആഡ് ചെയ്യുന്ന ആദ്യം 1 + 1 2. അങ്ങനെയാണ് 12x സ്ക്വയർ കിട്ടിയത്. മൈനസ് 3 into 5 15. So answer is 15x. No, 3 into 5 15. പിന്നെ എക്സ് കൂടെ ഇറക്കിയത്, എക്സിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല, +3. So this will be the simplified expression. കണ്ടില്ലേ? ഇതിനെ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ ഒരിക്കലും സിംപ്ലിഫൈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എക്സ്പ്രഷനേക്കാൾ ചെറുതാവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനേക്കാൾ വലുതാവുക. പക്ഷേ സിംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇനിയിപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, എല്ലാം നമ്മൾ ചെയ്തു. അതാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്നിട്ട് എന്തിനും സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം യു ഹാവ് ടു റീപ്ലേസ് എക്സ് ആസ് 1/2. ദാറ്റ് മീൻസ് ലെറ്റ് എക്സ് ഈസ് ഈക്വൽ 1/2. എക്സിൻ്റെ സ്ഥാനത്ത് 1/2 കൊടുത്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അതായത് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാനാണ് പറയുന്നത്? അവർ 1/2 കൊടുത്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അതായത് ദാറ്റ് ഇംപ്ലൈസ് അവർ എക്സ്പ്രഷൻ ഈസ് 12x സ്ക്വയർ മൈനസ് 15x + 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ എക്സിനെ റീപ്ലേസ് ചെയ്ത് 1/2 കൊടുക്കുക. അതായത് 12x സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് 12 into x സ്ക്വയർ. സോ ഇറ്റ് ബിക്കം 12 into x യു ക്യാൻ റീപ്ലേസ് ആസ് 1/2. അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ x സ്ക്വയർ ബിക്കം 1/2 സ്ക്വയർ. ഇവിടെ 1/2 എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു
ഒരു 1/2 അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നന്നായിരിക്കും. -15 ഇൻറ്റു എക്സിന് യു ഹാവ് ടു റീപ്ലേസ് 1/2 +3 അതുപോലെ തന്നെ എക്സ് ഉള്ളിടത്ത് 1/2 ആക്കുക. ഈ കിട്ടിയ സിംപ്ലിഫൈഡ് എക്സ്പ്രഷനിൽ എക്സ് ഉള്ളിടത്ത് 1/2 ആക്കുക, അത്രമാത്രം. സോ 12 ഇൻറ്റു വാട്ട് ഈസ് 1 സ്ക്വയർ? 1 സ്ക്വയർ ഈസ് 1 ഇൻറ്റു 1. സോ വാട്ട് ഈസ് 2 സ്ക്വയർ? 2 ഇൻറ്റു 2 4. അങ്ങനെയാണ് സ്ക്വയർ അപ്ലൈ ചെയ്യാൻ. മൈനസ് വാട്ട് ഈസ് 15 ഇൻറ്റു 1? 15/2 അതുപോലെ എഴുതി +3. മനസ്സിലായോ? മനസ്സിലായി. സോ ഇറ്റ് ബിക്കംസ് you can cancel this 4 and 12 here 3 will come. 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി വാട്ട് ഈസ് റിമൈനിങ്? 3 ഇൻറ്റു 1 3 -15/2 +3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ജസ്റ്റ് സീ. ഇനി ഇതിങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങൾക്കിത് പല രീതിയിൽ ആഡ് ചെയ്യാം. ഈ 3യും ഈ +3യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 6 ആയില്ലേ? അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ 3യും +3യും കൂടെ ചേർന്ന് 6 ആയി. ബാക്കി എന്തുണ്ട്? -15/2 അതുപോലെ എഴുതി. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 6 ഇൻറ്റു 2 6/1 ആക്കി എഴുതിയിട്ട് 6 ഇൻറ്റു 2 12 ആണ്. -1 ഇൻറ്റു 15 15 ആണ്. 1 ഇൻറ്റു 2 ആണ്. സോ ആൻസർ ഈസ് 12 - 15 ഈസ് -3 -3/2. സോ യുവർ ഫൈനൽ ആൻസർ വിൽ ബി വാട്ട്? ഹു ക്യാൻ സേ? -3/2 is your answer. Okay. Before moving to the next question, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പാരൻ്റ് പറയുന്നത് കേട്ടു. അത് പാരൻ്റ് ഒരു കുട്ടി ആണ് പറഞ്ഞത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടി മറ്റൊരാളോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞതാണ്. ഷിബിൻ സാറ് ക്ലാസ് തന്നിട്ട് ഷിബിൻ സാറിന് പിന്നെ സംശയം ചോദിക്കാൻ കിട്ടില്ല എന്ന്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഷിബിൻ സാറ് ക്ലാസ് തരും, എന്നിട്ട് ഷിബിൻ സാറിനോട് സംശയം ചോദിക്കാൻ ഷിബിൻ സാറിനെ കിട്ടുന്നില്ല എന്നൊരു കുട്ടി തമാശയായിട്ടാണ് എന്ന് തോന്നുന്നു എന്നോട് പറയുണ്ടായി. എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, ഞാൻ അങ്ങനെയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് അത്യാവശ്യം ലെങ്തിയുള്ള സെഷൻ തരാറുണ്ട്. ഡൗട്ട് എന്നോട് ചോദിക്കാൻ പറയാറുണ്ട്. ഡൗട്ട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലാണ്ട് വീഡിയോ ക്ലാസ് എടുക്കുന്നത് ഇപ്പം എനിക്ക് നിങ്ങളുടെ എങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾ ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം? നിങ്ങളതൊന്ന് മനസ്സിലാക്കി. ഷിബിൻ സാർ ക്ലാസ് വന്നിട്ട് പിന്നെ ഷിബിൻ സാറിനെ കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കാരണം എന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ കോള് ഞാൻ എടുക്കുന്നില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കോള് ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. ഞാൻ തമാശയ്ക്ക് പറയല്ല. എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞതാ, ഞാനത് തിരുത്താം, ഞാനത് ചെയ്തോളാം. അതായത് നിങ്ങൾ എന്നെ ഡൗട്ട് ചോദിച്ചിട്ട് എപ്പോഴെങ്കിലും വിളിച്ചിട്ട് എന്നെ വിളിക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആരെങ്കിലും, അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കേണ്ട, സാർ ഞങ്ങൾക്ക് സാറിനെ വിളിച്ചിട്ട് സാർ എടുക്കാറുണ്ട്, ആ കുട്ടി വെറുതെ പറഞ്ഞു, അങ്ങനെയൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി റിപ്ലൈ ചെയ്യേണ്ട. ആകെ റിപ്ലൈ ചെയ്യേണ്ടവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സംശയം ചോദിച്ചിട്ട് എനിക്ക് കോൾ ചെയ്തിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടോ, കോള് കണക്റ്റ് ആവാതിരുന്നിട്ടുണ്ടോ, ഞാൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അങ്ങനെ വിളിക്കുമ്പോൾ എന്നെ കിട്ടാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതൊന്ന് നോക്കുക. പിന്നെ എനിക്ക് ക്ലാസ് ഇട്ട് തന്നിട്ട് ഷിബിൻ സാറിന് പോകാനേ നിവർത്തിയുള്ളൂ. കാരണം ഓൺലൈനാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കാനോ ഒരു നിർവാഹമില്ല. എൻ്റെ മൊബൈലിൽ ക്ലാസ് ഇട്ടിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകും, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, 9:30 ഞാൻ ഈ മൊബൈലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ മൊബൈൽ വെക്കും, ചിലപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകും. എൻ്റെ വീടല്ലേ, എനിക്ക് എൻ്റെ റൂമിൽ തന്നെ മൊത്തം അടച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, താഴോട്ട് ഇറങ്ങിപ്പോകും. ചിലപ്പം മോൻ്റെ കൂടെ എന്തെങ്കിലും വർത്തമാനം പറയാൻ കൂട്ടുകൂടാൻ ഞങ്ങൾ കളിക്കും. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഫോൺ റിങ് അടിച്ച് അപ്പോൾ ഓടി വന്നെടുക്കും ഏതെങ്കിലും കുട്ടിക്ക് ഡൗട്ട് ഉണ്ടോയെന്ന്. അതാണ് എൻ്റെ പണി. അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എനിക്ക് സമയമുള്ളപ്പോഴല്ല. ഇന്ന് ഞായറാഴ്ചയാണ്, ഞാനിപ്പോൾ ഞായറാഴ്ച വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ സെഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൻ്റെ മുമ്പിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ട് ഷിബിൻ സാർ ക്ലാസ് തന്നിട്ട് എങ്ങോട്ടും ഓടിപ്പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, തൊഴിൽ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ വിശ്വാസം എനിക്ക് ഉണ്ട്, ആര് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷേ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അല്ലാണ്ട് ഓരോരുത്തർക്കും സംശയമുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം. ഓക്കെ, പറയാമായിരുന്നു എന്നെനിക്ക് തോന്നി. എന്നോടല്ല അത് പറഞ്ഞത്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്നോട് നേരിട്ട് പറഞ്ഞതല്ല, മറ്റൊരാളോടാണ് പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാം. ഞാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്.
കാരണം ആ പറഞ്ഞതിൽ ഒരു വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പറ്റിയിട്ടൊരു കുറ്റം പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവ്സ് അല്ലാത്തൊരു കാര്യം പറയരുത്. നിങ്ങൾ വിളിക്കുമ്പം എന്നെ കിട്ടുന്നില്ല, ഡൗട്ട് തീർക്കാൻ ഷിബിൻ സാറിനെ കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും? നിങ്ങൾ വിളിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഡൗട്ട് പറഞ്ഞു തരും? വിളിക്കുക, ഓക്കെ, വിളിച്ച് കഴിഞ്ഞാൽ ഡൗട്ട് പറഞ്ഞു തരും, അത്രേ പറ്റുള്ളൂ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ആഡ് 2x into z minus x minus y and 2y into z minus y minus x. Okay, this is your question. Add 2x into 2 minus x minus y and 2y into z minus y minus x. അതായത് ഈ എക്സ്പ്രഷനും കൂടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഓരോ എക്സ്പ്രഷനും അതായത് എഴുതുക. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? 2x into 2 minus x minus y. 2x into 2 minus x minus y is your first expression. രണ്ടാമത്തെ എക്സ്പ്രഷനോ 2y into z minus y minus x is your second expression. ഈ ഫസ്റ്റ് എക്സ്പ്രഷനും ഈ സെക്കൻഡ് എക്സ്പ്രഷനും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. റിപ്പീറ്റിംഗ്, 2x into 2 minus x minus y and 2y into z minus y minus x നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് എക്സ്പ്രഷനും പ്ലസ് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾ നോക്കുക, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഒരു പ്ലസ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ഏത് ഓപ്പറേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ ബ്രാക്കറ്റ് എങ്ങനെ ഒഴിവാക്കുക? ബ്രാക്കറ്റ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ ഇൻറ്റു ആണ്. ഈ ടേമിന് ഓരോന്നിൻ്റെ ടേമിലോട്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഒഴിവാകും, നേരത്തെ ചെയ്തതുപോലെ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2x into 2 ചെയ്യണം. 2xും 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ സൈൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2x into x ചെയ്യുക. 2x into x ചെയ്യുക. എന്നിട്ട് ഇതാ ഈ സൈൻ ഇടുക. എന്നിട്ട് 2x into y ചെയ്യുക. പുറത്തുള്ള ഓരോന്നും, പുറത്തുള്ള ടൈം ഉള്ളിലുള്ള ഓരോ ടൈമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, പ്ലസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പ്ലസ് ഇടുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y into z എന്ന് വരും, 2yz. എന്നിട്ട് ഈ മൈനസ് എഴുതുക. പിന്നെ 2y into y, 2y into y. പിന്നെ എന്നിട്ട് ഈ സൈൻ ഇടുക. എന്നിട്ട് 2y into x, 2y into x. You may understood, no? Yes. Now you just see how you can multiply. What is 2 into 2? 4. So answer is 4x minus. Here 2 is only there. There is no other number to multiply with the 2. So just write 2 as it is. Then what is x into x? X square. You may understood, no? And 2xy as it is because there is no role of multiplication. Just write as it is. 2yz. അവിടെ നമുക്ക് മൾട്ടിപ്ലൈ ഒന്നുമില്ല, അതുപോലെ എഴുതാം. ഇവിടെ എന്ത് ചെയ്യുക? 2y into y, y square minus 2yx. So okay, you may understood, no? Yes. Now just see here 4x is there. ഇനി നമ്മൾ സാധാരണ അഡീഷനും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപോലെ 4xൻ്റെ കൂടെ അതിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ടേം ഉണ്ടെങ്കിൽ ഒരുമിച്ച് എഴുതുക. നിങ്ങൾക്കറിയില്ല, നമ്മൾ ആദ്യം അഡീഷൻ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചില്ലേ, ഒരു ടേം ഫസ്റ്റ് ടേം എഴുതി അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എഴുതുക. നമ്മൾ പഠിച്ചില്ല. അതുപോലെ തന്നെ 4xുമായിട്ട് സിമിലർ ആയിട്ട് ഒരു ടേമും ഇല്ല, അതുകൊണ്ട് 4x ഒറ്റയ്ക്ക് എഴുതി. അടുത്തത് -2x² ആണ് അല്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ടേമും ഇല്ല. ഓക്കെ, അടുത്തത് നമുക്ക് -2xy ആണ്, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടൈം ഉണ്ടോ എന്ന് എനിക്ക് -2xy. അപ്പോൾ xy വരുന്ന ഏതെങ്കിലും ഒരു ടൈം ഉണ്ടോ? അതാ yx എന്ന് പറഞ്ഞാൽ xy എന്ന് തന്നെ അർത്ഥം. xy എന്നുള്ളത് yx എന്ന് എഴുതാട്ടോ, ഒരു വിഷയമില്ല. അതായത് ഇവിടെ xy വരുന്നുണ്ടെങ്കിൽ ഇവിടെയും yx എന്ന് വെച്ചാൽ xy തന്നെയാണ് അർത്ഥം. അതായത് ഈ ടേമും എന്തുകൊണ്ട് ഈ ടേമും എന്താണ്? സിമിലർ ആണ്. അതായത് ഈ ടേമിൻ്റെ ഒപ്പം ഈ ടേം എഴുതാം. എന്നിട്ട് ബാക്കിയുള്ളത് അടുത്തത് എന്താണ്? +2yz. അതിനുമായിട്ട് സിമിലറായിട്ട് ഒന്നുമില്ല. അടുത്തത് ലാസ്റ്റ് അതിന് -2y². അതായത് അതുമായിട്ട് സിമിലറായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, 4x ആസ് ഇറ്റ് ഈസ്, -2x² ആസ് ഇറ്റ് ഈസ്. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ -2xyയും -2yx. ഞാൻ പറഞ്ഞു xyയും yx എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് -2xy -2xy എങ്ങനെ ചെയ്യാം? ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ സാധാരണ ചെയ്യാറില്ലേ, ഇപ്പം -2x -2x നമ്മളെങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്? രണ്ടിലും എക്സ് ഉള്ളതുകൊണ്ട് എക്സ് കോമൺ ആയിട്ട് വരും. അതെന്തായാലും താഴോട്ട് ഇറക്കി എഴുതാമെന്ന് നമുക്കറിയാം. ബാക്കി നമ്പേഴ്സ് ചെയ്യുക. -2 എന്താണ് -2? ആദ്യത്തെ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2, അതായത് ആദ്യത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 ഞാൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 എഴുതി,
രണ്ടാമത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 എഴുതി. എന്താണ് -2 ആണ് വരിക. സോ ആൻസർ ഈസ് -4x. അതുപോലെ തന്നെ -2xyയും -2yxും ചെയ്യണമെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് xy ഉണ്ട്. സോ അതുപോലെ എന്തായാലും താഴോട്ട് ഇറങ്ങി വരും xy. ഇനി ആദ്യത്തെ ഇതിൽ xyൻ്റെ കോയിഫിഷ്യൻ്റ് -2 ആണ്. രണ്ടാമത്തേൽ yx അഥവാ xyൻ്റെ കോയിഫിഷ്യൻ്റ് എഗെയിൻ -2 ആണ്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് -2, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് -2. സോ -2 -4 ആണ്. സോ ഫൈനൽ ആൻസർ വിൽ ബി -4xy ഓർ -4yx. ക്യാൻ റൈറ്റ് -4xy. അപ്പോൾ അത് കഴിഞ്ഞു, അത് ഓപ്പറേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതുക 2y, കാരണം അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. സിമിലർ ആയിട്ടുള്ള ടേംസിൽ മാത്രമേ ഓപ്പറേഷൻ പറ്റുള്ളൂ. സോ യുവർ ഫൈനൽ ആൻസർ വിൽ ബി വാട്ട്? ടെൽ മീ. യുവർ ഫൈനൽ ആൻസർ വിൽ ബി 4x. Let me check the answer. സോ ശരിക്കും ഇവിടെ ഇത് 2 അല്ല, Z ആയിരുന്നു. ഇത് Z ആയിരുന്നു, പക്ഷെ നമ്മൾ 2 എന്നാണ് എഴുതിയത്. 2 എന്നാണ് ഞാൻ കൺസിഡർ ചെയ്തത്. സാരമില്ല, ഇനി 2 ആയിട്ട് തന്നെ കിടക്കട്ടെ. ഓക്കെ. സോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ എനിവേ ദിസ് ഈസ് യുവർ ആൻസർ നോ. യെസ്, 2z -2y² -2x². റെഡിയാണ്. ഓക്കെ, സീനൊന്നുമില്ല, ശരിയാണ്. ആൻഡ് ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, 2 വെച്ചിട്ട് റെഡിയാണ്. ശരിക്കും സെഡ് വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടത്. കുഴപ്പമില്ല, 2 വെച്ചിട്ട് തന്നെ നമ്മൾ എഴുതിയാൽ മതി. I think this is enough for today. And so please practice all the questions which we have discussed. Thank you.